ഹായ് ഫ്രണ്ട്സ്, ഡ്രീംനെസ് സ്റ്റാർവിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നിതാ മുരിങ്ങേൻ്റെതാ ഇലയൊക്കെ എടുത്തിട്ടാ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് വീഡിയോ ആണോ എന്ന്. കുക്കിംഗ് വീഡിയോ അല്ല, ഇത് നമ്മുടെ ഹെയറിനുള്ള ഒരു പാക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് എൻ്റെ ഹെയർ ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രധാന കാരണമുണ്ട് കേട്ടോ. അതായത് ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പാക്കുകളും അതുപോലെ തന്നെ ഹെയർ ഓയിലും കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരുണ്ടാവില്ലേ, അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരിത് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന്, അവർക്ക് ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു ടിപ്പ് ഒരാൾ ചെയ്തിട്ട് അതിന് റിസൾട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെ എന്തല്ലേ. അപ്പോൾ എൻ്റെ കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലത്തെ ഇനിയും ടിപ്പുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇനിയും വീഡിയോ ഇടാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹെയറിന് വേണ്ടിയിട്ടുള്ള, അതായത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അത്യാവശ്യം നല്ല പാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പാക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെയും വന്ന് പറയുക കേട്ടോ. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇത്തരം കമൻറ്റുകൾ നേരിട്ട് കണ്ട സമയത്ത് പറഞ്ഞത്. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കിൻ്റെ റിസൾട്ട് എത്രയാണ് മറ്റുള്ള വ്യൂവേഴ്സിനൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ള പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ മുരിങ്ങയില കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പാക്കിന് 2 ഗുണങ്ങളുണ്ട്. അതായത് ഒരടിക്ക് 2 കിളി എന്ന് പറയല്ലേ, എന്നാലും പറയാം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയല്ലേ, അതുപോലെയാണ് കേട്ടോ. അതായത് ഈ ഒരു പാക്ക് നമുക്ക് തലയിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. മുരിങ്ങേൻ്റെ എല്ലാം നമ്മളെ ഫേസിന് അത്രയും നല്ലതാണ് കേട്ടോ, നമ്മുടെ പിമ്പിൾസും പിഗ്മെൻറ്റേഷനും ഒക്കെ പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പാക്ക് ഉണ്ടാക്കിയാൽ നമുക്ക് 2 യൂസാണുള്ളത് കേട്ടോ. ഒന്ന് ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനും. അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇതിലൊരു മെയിൻ ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഫേസിനും ഒക്കെ അത്രയും നല്ലതായിട്ടുള്ള ഉലുവയില്ലേ, ഉലുവ ഞാൻ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെന്താ പറയാ, കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി, അതായത് നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും ഈ ഒരു ഉലുവയും കൂടി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇതിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ അല്ലേ. ഇത് കുതിർത്താൻ വേണ്ടി വെച്ചതാണ്. നമ്മളിപ്പോൾ പാക്ക് ഇടുന്നത് ഒരു രാവിലെയൊക്കെ ആണെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇതൊന്ന് കുതിർത്തി വെക്കുക കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരെ. അപ്പോൾ ഞാനിത് നമ്മുടെ പാക്ക് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഉലുവയും നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇതെന്താ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതെന്ന്. ഞാൻ അടിച്ചെടുത്തിട്ട് അത് അരിച്ച് അതിൻ്റെ നീര് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുണ്ടാകുന്ന പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാവൂലേ, ഞാൻ അധികവും ഇങ്ങനെ അരിച്ച് തന്നെയാണ് എടുക്കാറ്, അല്ലാണ്ട് നേരിട്ട് അപ്ലൈ ചെയ്യാറില്ല. എനിക്ക് അതിൻ്റെ പൊടി ഇങ്ങനെ തലയിൽ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പൊടി പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. എന്നാലും കുറച്ചുകൂടിയും ബെറ്റർ ഇതായിരിക്കും. നമ്മളിപ്പോൾ എവിടെ പോകുന്ന സമയത്ത് രാവിലെ ഇത് അപ്ലൈ ചെയ്ത് നമുക്കൊരു ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പൊടി ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടാൻ കുറച്ചൊരു പണിയാണ്. അതുകൊണ്ട് തന്നെ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് എന്തായാലും ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നമ്മുടെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് അരിച്ചെടുക്കാണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് ഇതാണെങ്കിൽ ഇതിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഒരു കൈ കൊണ്ട് തേച്ചൊന്നും പിടിപ്പിച്ചാൽ പോരെ കേട്ടോ, 2 കൈയും കൊണ്ട് നന്നായിട്ട് നമ്മുടെ തലയിൽ ഇവിടെയെല്ലാം തേച്ച് പിടിപ്പിക്കണം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഞാൻ
തലയിൽ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല തണുപ്പാണ് നമ്മുടെ തലക്ക് കിട്ടുന്നത്. പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെന്തായാലും ഒരു 10 മിനിറ്റ് നമ്മുടെ തലയിൽ പിടിപ്പിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് പോയി കുളിക്കുക കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു കംഫേർട്ട് നോക്കിയിട്ട് എത്ര നേരം പിടിപ്പിക്കണോ അത്ര നേരം പിടിപ്പിക്കുക. 10 മിനിറ്റ് പിടിപ്പിച്ചാൽ അത്രയും നല്ലത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഇത്തരം പാക്കുകൾ തലയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുന്ന സമയം നമ്മുടെ കഫത്തിൻ്റെ ട്രബിളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിലുള്ളവരാണെങ്കിൽ ജസ്റ്റ് തലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേഗം തന്നെ വാഷ് ചെയ്ത് കളയുക. എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒരു 10 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനുശേഷം വാഷ് ചെയ്ത് കളയുക കേട്ടോ. എന്തായാലും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട്. കാരണം നമ്മൾ ഏതൊരു പാക്കാണെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് മാതിരി റിസൾട്ടൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഈ പാക്ക് എങ്ങനെയാ ദിവസം എങ്ങനെ ചെയ്യാം, നമുക്ക് വേറെ പണിയൊന്നുമില്ലേ, നമുക്ക് ദിവസം ഈ പാക്ക് ഉണ്ടാക്കലാണോ പണിയെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2 ദിവസത്തേക്ക് ഉണ്ടാക്കാൻ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. 2 ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിലപ്പുറം കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു 2 ആഴ്ച നിങ്ങൾ എന്തായാലും ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ മുടീൻ്റെയോടൊപ്പം നമുക്ക് നമ്മുടെ സൗന്ദര്യം, അതായത് ഫേസിൻ്റെ സൗന്ദര്യവും കൂടി നിലനിർത്തിക്കൊണ്ടുപോകാം. ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പാക്ക് അരിച്ചെടുത്തില്ലേ നേരത്തെ, അപ്പോൾ അരിച്ചെടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഇതാണിത്. ഇത് നമുക്കിതാ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ ഒരു വെടിക്ക് 2 പക്ഷിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഡ്രീംനെസ്റ്റ് ആർവി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവുക കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് അടിപൊളി ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ഞങ്ങളെ ഫാമിലി വ്ളോഗുകളും ഞങ്ങളെ ഫാമിലി ടൈമും കുഞ്ഞു വാവയുടെ ഓരോ കുസൃതികളും അവളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആവുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.